അതായത് ബാറ്ററിയിൽ നമുക്ക് ട്രാവലിലൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ മാത്രം ആ ഓണാക്കി നമ്മളെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇതാ ഇവിടെ ഒരൊറ്റ കൺട്രോൾ നമ്മൾ എ സിൻ്റെ കൺട്രോളൊക്കെ ചെയ്യുന്നവർ കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ടായി. അതെ 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 500-ന്റെ മേലെ 3000 2000 എത്ര വേണ്ടി വെച്ചാൽ നമുക്ക് വെക്കാം. അതിനനുസരിച്ച് ഫ്ലെയിം കൂടും, സ്ട്രോങ് ആവും. പാത്രത്തിൻ്റെ അടിഭാഗം നമുക്ക് കേടാവില്ല. പൊല്യൂഷൻ്റെ പ്രശ്നമില്ല. നമ്മൾ ദുബായ് കസ്റ്റമർ ഇതാ വ്യൂ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫാക്ടറിയിലെ എല്ലാ കഥയും വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. 500 വാട്ട്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് 3000 വാട്ട്സ് ആകുമ്പോൾ അതിനനുസരിച്ച് ഫയർ കൂടും. ഓക്കെ. ഇതിന് വേറൊന്നും കൂടി ഉണ്ട്. ഈ ഫയറിന് നമുക്ക് കരി പിടിക്കില്ലല്ലോ ശരിക്കും. ഓക്കെ. ഒരു മണിക്കൂറിന് 3 യൂണിറ്റ് എടുക്കുള്ളൂ. അത് 3000-ലാണെങ്കിൽ. 500-ലാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കുറയും. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കൊണ്ട് ഇതാ ആ വെള്ളം ചൂടായിട്ടോ. വെറും 1 മിനിറ്റ് പോലും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇവർ ആദ്യം ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ടെസ്റ്റിങ്ങിൽ ആദ്യം ഉണ്ടാക്കിയ സാധനമാണ്. അതെ, ഓഫ് ആവും. അതായത് അതിന് വെച്ചത് ഒരു സെൻസർ പോലത്തെ ഒരു സാധനം അല്ലേ. നമ്മളെ വന്ന കസ്റ്റമറെ ഓരോ സംശയവും നമ്മൾ ക്ലിയർ ചെയ്യാട്ടോ. അതായത് ഇപ്പം കസ്റ്റമർ ഇതൊക്കെ കണ്ടു. കസ്റ്റമർക്കുള്ള എന്ത് സംശയം ചോദിച്ചാലും അത് നമ്മൾ വിശദീകരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഏത് കസ്റ്റമർ വന്നാലും. 30 ദിവസമായി. അങ്ങനെ നമ്മൾ ഫാക്ടറി വിസിറ്റിലേക്ക് പോവാണ് കേട്ടോ. ഫാക്ടറി വിസിറ്റിലേക്ക് പോകാൻ നമ്മൾ ഓഫീസിലാണ്. നമ്മൾ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ചെറിയൊരു ഓഫീസാണ്, പക്ഷെ വർക്കൊക്കെ നടക്കുന്നുണ്ട്, ഉഷാറാണ്. അപ്പം നമ്മൾ ഓഫീസ് വിസിറ്റിലേക്കാണ് നമ്മൾ പോകുന്ന ആൾക്കാരെ കാണിക്കട്ടോ. ഇതാ നമ്മളെ മാലിക് ഇതാ സീറ്റിലിരിക്കുന്ന വേൾഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണ്. ഇതാ കോളിന് ഇവിടെ ഓഫീസ് വർക്ക് ഉണ്ട്, അതിനെ കൊണ്ടൊന്നും ഓനെ കൂട്ടുന്നില്ല. ഇന്ന് ഈ വരണ്ടടാ സജീഷ്. നമ്മൾ 3 പേര് കേട്ടോ, ഞാനും മാലിക്കും സജീഷും കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ ഫാക്ടറീൻ്റെ ഇത് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ട് കേട്ടോ. അല്ലാതെ വേറെ സാധാരണ കാര്യങ്ങൾ നമ്മൾ കാണിക്കാറില്ലല്ലോ. ഈ ടെക്നോളജി നിങ്ങൾ വിശദമായിട്ട് നമ്മൾ പറയും, നിങ്ങൾ കാണുക. എന്നിട്ട് വേണം നിങ്ങൾ ഇത് കോൺടാക്ട് ചെയ്യണമെങ്കിൽ. മാലിക്ക് ഇപ്പോൾ അത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫാക്ടറി വിസിറ്റ്. നമ്മളുണ്ട്, ഇങ്ങനെ നമ്മളെ എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതിനും കൂടി വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. പുതിയ ടെക്നോളജി എപ്പോഴും നിങ്ങൾക്ക് എത്താൻ വേണ്ടി ചിലപ്പോൾ ഞാൻ അടുത്ത കൊല്ലമാകുന്നതിൻ്റെ മുമ്പേ നമ്മൾ നിങ്ങളെടുത്ത് എത്തിക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബസ്സിന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. നല്ലൊരു ബസ് സർവീസ് അങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ബസ്സിന് പോകുന്നില്ല, മെട്രോനാണ് പോകുന്നത് കേട്ടോ. നമ്മളെ ഓഫീസിൻ്റെ സൗകര്യങ്ങൾ കണ്ടുണ്ടോ, വിസിറ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം സെറ്റപ്പാണ്. ലിഫ്റ്റ് 3 ലിഫ്റ്റാണ്. ഡു. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി ഇനി നേരെ നമ്മൾ സ്റ്റേഷനിൽ കേട്ടോ. ഇത് നമ്മൾ ശരിക്കും ടാക്സി വിളിച്ച് പോകേണ്ടതാണ്. നമ്മൾ ആ ടാക്സി ഒന്നും വിളിക്കാതെ വെറുതെ ഒരു ജോളിക്ക് ഇത് കൂടി ഒരു രസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാട്ടോ. അങ്ങനെ നമ്മൾ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഫാക്ടറി നമ്മൾ മുമ്പ് കാണിച്ചതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഫാക്ടറിയിലേക്കുള്ള എൻട്രൻസിലാട്ടോ അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മളെ കസ്റ്റമർ മാലിക് ഉണ്ട്, നമ്മളെ മിസ്റ്റർ സതീഷ് ഭായ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫാക്ടറിയിൽ കറക്റ്റ് അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അന്ന് നമുക്ക് ടെക്നിക്കൽ സൈഡ് ചോദിച്ചിരുന്നു പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. ഇന്ന് നമുക്ക് ടെക്നിക്കൽ സൈഡും അതിൻ്റെ ഓണറുമായിട്ടുള്ള ഡീറ്റെയിൽസും നമുക്കിതിൻ്റെ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വലിയ യൂറോപ്പിലേക്ക് ഏതോ ഒരു കമ്പനിക്ക് തുടക്കം അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അയച്ച് കഴിഞ്ഞത് വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസാണ്. ഒരു ഡീറ്റെയിൽസാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ വർക്കിങ്ങും മാത്രമല്ല നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ വശം കൂടി. അപ്പോൾ ഇതിൻ്റെ റിസപ്ഷനിൽ നമ്മളെത്തി. ഇവിടെ വർക്കേഴ്സൊക്കെ ഓരോ ഫുഡിൻ്റെ ടൈമാട്ടോ. ഇതൊക്കെ അതിൻ്റെ ഓഫീസ് സ്പേസസാണ്, പല ഏരിയകളായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബോസിൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത്. ഇതിൻ്റെ ബോസിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് നമ്മളെ രണ്ടാളിരിക്കുന്നത് ബോസിൻ്റെ ഓഫീസാണ്. കാര്യങ്ങളൊക്കെ ആദ്യം സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചിട്ട് ഇത് കണ്ടില്ല, സ്ഥിരമായിട്ട് അവരെ പ്രൗഡ്ലി അവരെ ചായയൊക്കെ തന്ന് വെള്ളമൊക്കെ തന്നിട്ടാണ് അവർ സംസാരിക്കുക ആദ്യം. അത് തന്നെയാണ് ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ്. എന്താ വർക്കിംഗ്? ഓക്കെ, വെൽക്കം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ഏരിയയിലേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ ടെക്നിക്കലായിട്ടും ഇതിൻ്റെ R&D സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ദുബായ് കസ്റ്റമർ ഇതാ വ്യൂ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളെ ഫാക്ടറിയിലെ എല്ലാ കഥയും
വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഡിസ്പ്ലേ. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അല്ല മറ്റേ ആൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ, വീഡിയോ എടുക്കാൻ എല്ലാവരും ഇതേമാതിരിയാണ്. ഇത് പുതിയൊരു സാധനം ആയതുകൊണ്ട് ഇവർ പല സെക്ഷനിലേക്ക് വിടാൻ ഇവർ ഇത് എടുത്തുകൊണ്ടിരിക്കും. ഇവിടെ ലാംഗ്വേജ് വലിയൊരു പ്രശ്നം. അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള സതീഷ് ഭായി ആണ് നമുക്ക് ലാംഗ്വേജിനുള്ളത് കേട്ടോ. എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? അത് ചൂടുണ്ട് ഇങ്ങോട്ട്. ആ ഉണ്ട്. 500 വാട്ട്സ് തുടങ്ങി 3000 വാട്ട്സ് വരെ ഇത് നമുക്ക് അനുസരിച്ച് 500 വാട്ട്സ് 3000 വാട്ട്സ്. അത് 500 വാട്ട്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ അത് 3000 വാട്ട്സ് ആകുമ്പോൾ അതിനനുസരിച്ച് ഫയർ കൂടും. ആ ഓക്കെ. ആ അത് ആ പ്ലേറ്റ് ഗ്ലാസിൻ്റെ വെച്ചുകൊണ്ടാണ് വരും അല്ലേ? ആ അതിനൊന്നും സൈഡിലൊന്നും എഫക്റ്റ് ചെയ്യില്ല. ഇവർ പിന്നെ ആ ഗ്ലാസ് വെച്ചത് എന്തിനാണുള്ള സംഭവം? ആ അതിൻ്റെ ഉപയോഗം എന്താ ശരിക്കും നമുക്ക്? ഇതാ അങ്ങനെ ഒരു സെക്യൂരിറ്റി കൂടി അതിനുണ്ട് കേട്ടോ. അല്ല അത് നിങ്ങൾ പറഞ്ഞ ഒരു ചൂട് പുറത്തേക്ക് പോകാതെക്കുന്ന അവസ്ഥ ഉണ്ടാവും? അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ മുകളിൽ വെക്കാം. അതെ അതെ. ഇതിന് വേറൊന്നും കൂടി ഉണ്ട്. ഈ ഫയറിന് നമുക്ക് കരി പിടിക്കില്ലല്ലോ ശരിക്കും? തീർച്ചയായിട്ടും അതൊന്ന് ചോദിച്ചു നോക്ക്. തീരെ ഒരു ഡാമേജ് വരാതെ സാധ്യത ഉണ്ട്. ഒരു ഡാമേജും വരില്ല. അതാണ് ഈ ഫയറിന് വേറൊരു സാധനം. പാത്രത്തിൻ്റെ അടിഭാഗം നമുക്ക് കേടാവില്ല. ആ പൊല്യൂഷൻ്റെ പ്രശ്നമില്ല. പല പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട് അതിൽ. അതായത് 1 മണിക്കൂർ സാധനം കത്തിക്കുകയാണെങ്കിൽ 3000 വാട്ട്സിലാണെങ്കിൽ 3 യൂണിറ്റ് പവറാണ് എടുക്കുക. ആ ഓക്കെ. 1 മണിക്കൂറിന് 3 യൂണിറ്റ് എടുക്കുള്ളൂ. അത് 3000-ലാണെങ്കിൽ. 500-ലാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കുറയും. ആ അതെ. 500-ലാകുമ്പോൾ 0.5 വരുള്ളൂ. ആ 1 മണിക്കൂർ നേരത്തേക്ക്. അങ്ങനല്ലേ? 1 മണിക്കൂറല്ലേ അതിൻ്റെ കണക്ക് പറയുന്നത്? അതെ ആ കാണാം. നമുക്ക് വീഡിയോ എടുക്കാം. ചൂടായി. അപ്പം നമ്മൾ ഇത്രയും സമയം കൊണ്ട് ഇതാ ആ വെള്ളം ചൂടായിട്ടോ. വെറും 1 മിനിറ്റ് പോലും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഇത്രയും വളരെ സിമ്പിളാണ്. ഒരു ബട്ടൺ അങ്ങ് ഓഫാക്കുക, അതിൻ്റെ കൺട്രോൾ വെക്കുക. ഇതതിൻ്റെ ബാറ്ററി കേട്ടോ. അതായത് ബാറ്ററിയിൽ നമുക്ക് ട്രാവലിലൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. നമ്മൾ എത്ര ആംബിയറിൻ്റെതനുസരിച്ചാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയം. ഇപ്പോൾ 72 ആംബിയറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റിനൊക്കെ പറ്റുള്ളൂ. എത്ര ആംബിയറിൻ്റെ കൂടുന്നതനുസരിച്ച് ബാറ്ററിയാ? ആ ബാറ്ററി. അതായത് ഇതിപ്പോൾ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ബാറ്ററിയിലാണ് കേട്ടോ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇത് വാട്ടർ പ്രൂഫ് കൂടിയാണ്. നേരത്തെ കണ്ടില്ല നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത്? വാട്ടർ പ്രൂഫ് കൂടിയാണ്. വെള്ളം അതിലേക്ക് കുത്തിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. ആ ഇതാണ് ഇവർ ആദ്യം ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ടെസ്റ്റിങ്ങിൽ ആദ്യം ഉണ്ടാക്കിയ സാധനമാണ്. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഒരു ബിൽഡിങ്ങിലേക്ക് പണ്ട് ഉണ്ടാക്കിയില്ലേ ഫുള്ള്?
അതിങ്ങനെ ചെറുതായി ജനറേഷൻ 5 എന്നാണ് അവർ പറയുന്നത്. അതായത് 5ാമത്തെ വട്ടത്തെ അപ്ഡേഷനാണ് ഈ കാണുന്നത്. ഫസ്റ്റിൽ ഇവർ കണ്ടുപിടിച്ച ഓരോരോ മോഡൽസാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കഥ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സെയിൽ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. ഇത്ര സിമ്പിളാക്കിയിട്ട് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സാധനം. കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മളെ കുക്കിംഗ് റേഞ്ചൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സെയിം സിസ്റ്റത്തിൽ അത്രയും അപ്ഡേഷൻ ആക്കി കഴിഞ്ഞു അവർ. ഇൻഡക്ഷനും ഉണ്ട്. അതെ ഒന്നിൽ അടുപ്പും ഉണ്ട്, ഒന്നിൽ ഇൻഡക്ഷനും ഉണ്ട്. അങ്ങനെയുള്ളതുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതുണ്ട്, 2 എണ്ണം ഉള്ളതുണ്ട്. പിന്നെ നമ്മൾ വലിയ കമ്പനികൾക്കൊക്കെ, അതായത് വലിയ ഇത് വലിയതാണല്ലോ. അപ്പൊ തീ അത്രയും കൂടും. അപ്പൊ അതായത് നമ്മൾ ഹോട്ടലുകൾ പോലത്തെ സംഗതികൾക്കൊക്കെ പറ്റുന്നത്. അതിന്റെ പ്ലഗ് കുത്തുന്നു കേട്ടോ. ഒറ്റ പ്ലഗ് കുത്തലേ ഉള്ളൂ പരിപാടി. ഈ സാധനം അവിടെ വെച്ചിട്ട് നമ്മൾ ഒറ്റ പ്ലഗ് കുത്തേണ്ട പരിപാടി. പ്ലഗ് ചെയ്യുന്നു, ഒരു മിനിറ്റ്, നേരെ തിരിക്കുന്നു, വാട്സിൻ്റെ കൺട്രോൾ ചെയ്യുന്നു, സാധനം കത്തുന്നു. കത്തിക്കുക പിടിക്കുക വേറെ ഒരു പരിപാടിയുണ്ട്. ഒറ്റയടിക്ക് തന്നെ അത് ഭയങ്കര ചൂടിലാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ അതിന് ടൈം എടുക്കുന്നൊന്നുമില്ല. അതെ, നേരെ പ്ലഗ് ചെയ്യുക, സാധനം കൂടി കത്തിക്കുക, അപ്പം തന്നെ ചൂടും വരും അല്ലേ? സ്പോട്ടിൽ ചൂടും. ആ, ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതെ ഫുൾ സെറ്റ് വരെ തരും. ഇതൊക്കെ അടക്കം തരും അല്ലേ? അത് നമുക്ക് ഓൾറെഡി ഉള്ള തന്നെയല്ല ഉപയോഗിക്കേണ്ടത്. ഇതിന് വേറെ പ്രത്യേകത ഒന്നുമില്ലല്ലോ. ഇങ്ങനെയും സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഈ സാധനം നമുക്കിപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്യാസിന് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് വാങ്ങിയാൽ മതി. അതെ പക്ഷെ അതിന്റെ ആവശ്യം വരുന്നുണ്ടോ ശരിക്കും പൊതുവെ? മറ്റേതിന്റെ പോലെ പുക വരില്ലല്ലോ. അതിന് വരുന്ന പുക അങ്ങോട്ട് കയറിപ്പോവും. അതെ ഇതിന് പുക ഉണ്ടാവില്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും വരുന്ന ആ ഓയിലിന്റെ ഇതൊക്കെ അങ്ങോട്ട് എടുത്തു പോകും. അത് കറക്റ്റ് നമ്മളെ മറ്റേത് പോലെ തന്നെ. ഇതിലിപ്പം നമ്മൾ ഈ ഒരു ബട്ടൺ മാത്രം ആ ഓണൊക്കെ നമ്മളെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇതാ ഇവിടെ ഒരൊറ്റ കൺട്രോൾ, നമ്മൾ AC-ന്റെ കൺട്രോളൊക്കെ ചെയ്യുന്നവർ കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ടായി. അതെ 500-ന്റെ മേലെ 3000 2000 എത്ര വേണ്ടി വെച്ചാൽ നമുക്ക് വെക്കാം. അതിനനുസരിച്ച് ഫ്ലെയിം കൂടും, സ്ട്രോങ് ആവും. നമ്മളെ കുക്കിംഗ് റേഞ്ച് മാതിരിയുള്ള ഫുൾ സെറ്റ് ആട്ടോ. അതെന്താ? അതും ഹീറ്റർ ചെയ്യാനുള്ള. ഇവിടെ നമുക്ക് ഫ്ലെയിമും ചെയ്യാം. എഫക്റ്റ് ആണ്. അതും ചെയ്യാം, ഇതും ചെയ്യാം. അതിലേക്ക് ഒറ്റ സെറ്റ് വന്നാൽ എല്ലോ ആയി. അതായത് ഈ സംഗതി ഒരു പ്രൊട്ടക്ഷൻ ആട്ടോ ഇതിന്റെ. ഇത് ഫയർ അല്ല, ഇത് പ്രൊട്ടക്ഷനാ. അത് ഒരു പറഞ്ഞുതരും എന്താണെന്നുള്ളത്. ഒന്ന് പറയും സൈഷ, എന്താ പറഞ്ഞത്? നമുക്കൊരു സെക്യൂരിറ്റി, അതായത് നമ്മൾ ഈ സാധനം ഫയർ ഓപ്പൺ ചെയ്ത് അതിന്റെ മുകളിൽ പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല എന്ന് ചോദിക്കും. അതെ, ഒരു 3 മിനിറ്റുള്ള ഓട്ടോമാറ്റിക് അത് ഓഫ് ആവും. അതായത് അതിന് വെച്ചത് ഒരു സെൻസർ പോലത്തെ ഒരു സാധനം അല്ലേ? അതാ നമ്മൾ അറിയാതെ നമ്മൾ ഓണാക്കി ഇട്ട് പോയാലും 2-3 മിനിറ്റ് കഴിയുമ്പോൾ സാധനം ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആ സാധനം സെൻസർ ചെയ്തിട്ട് ഓഫ് ആവും എന്നാണ് പറയുന്നത്. നമ്മളെ വന്ന കസ്റ്റമറെ ഓരോ സംശയവും നമ്മൾ ക്ലിയർ ചെയ്യാട്ടോ. അതായത് ഇപ്പം കസ്റ്റമർ ഇതൊക്കെ കണ്ടു. കസ്റ്റമർക്കുള്ള എന്ത് സംശയം ചോദിച്ചാലും അത് നമ്മൾ വിശദീകരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഏത് കസ്റ്റമറും കമ്പനി പറഞ്ഞുതരും, നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഒരു കസ്റ്റമർക്ക് ഫുള്ള് സാറ്റിസ്ഫൈ ആയിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോവുക തന്നെ ചെയ്യുള്ളൂ.
如果是配件，我们可以给你进行免费更换。如果的话是在功能性问题，到时候的话我们可以如果我买东西拿去别的国家嘛，哪边有什么问题怎么办？这没事，这到时候的话我们会跟你签一些协议，假如说是免费更换，或者是给你补偿一些费用。എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. ഈ 2 വർഷം വാറണ്ടി ഉണ്ട്, അവർ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യത്തോടെ നമുക്ക് സാധനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരേണ്ടത്. 不关机，已经烧了1个月了，还在不断的烧。നാളെ 在楼顶。കേൾക്കാൻ ചെയ്യാം. 到，现在到。അവിടെ വേറൊരു ഇതുണ്ട് ഇതിൻ്റെ ഇത്. അല്ല പിന്നെ നമ്മൾ മാലിക്കിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഒക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്തോളി. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളി. ഒക്കെ ക്ലിയർ ആയോ ഇവിടുത്തെ സെക്ഷൻ? ഡൗട്ട്സ് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെന്ന് ആ അത് പോയി കാണാം അല്ലേ? റെഡി അല്ലേ? 还在正常工作。王梦30天上午 afternoon evening。 ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതിപ്പോൾ ഒരു മാസമായി. മാർച്ച് 30 ദിവസമായി മൊത്തം. 30 ദിവസമായി. 30 ദിവസമായി ഇത് ഓഫ് ചെയ്തിട്ടില്ല. ആ അന്ന് തുടങ്ങി ഒരു ജീവിച്ചിരിക്കുന്ന സാധനം ആ ഇതുവരെ വേറെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ലെന്ന് പറയുന്നത്. ആ ഒരു അത് ഓഫ് ചെയ്യുന്നില്ല. 30 ദിവസമാണ് ഓഫ് ചെയ്തിട്ടില്ല. ഓ കണ്ടിന്യൂ വർക്ക് ചെയ്യുമ്പോൾ എന്താ വരുമെന്നുള്ളതിന്റെ ടെസ്റ്റിംഗ് നടക്കുകയാണ്. അവർ ചെയ്യുന്നത് ഈവനിങ് മോർണിംഗ് ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്യുന്ന നമ്മളൊരു ലിസ്റ്റാണ്. അത്ര പോലും ഒരു ക്ലാരിറ്റി ആക്കി ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് 可 കേട്ടോ. 以看一下这个已经30天了，一天里如果使用1小时，24ഭയങ്കര ചൂടടിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മീറ്ററിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവര് ടെസ്റ്റ് ചെയ്യാണ് ഇതിപ്പോൾ സംഭവം. 没关系。വർക്കൊക്കെ അവിടെ ആരും ഉണ്ടാവില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് സേഫ്റ്റിയാണ്. പിന്നെ അവിടുത്തെ വിറ്റ് ഉണ്ടാക്കാൻ ഇത് ഫയർ അങ്ങോട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. ഫയർ പോയിക്കൊണ്ടിരിക്കുക. 30 ദിവസമായി ഈ സാധനം ഓഫ് ചെയ്തിട്ടില്ല. 30 ദിവസമായി. 24 hours വെച്ച് കൂട്ടിയാൽ എത്ര മണിക്കൂറായിരുന്നു? അതായത് 30x24 അത്രയും മണിക്കൂർ ഒരേ ഡയറക്ഷനിൽ വർക്ക് ചെയ്യാണ്. അതെ. ഇത് എത്ര വാട്ടിലാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത്? 3000ലാണ് ഇപ്പോൾ ഫുള്ള് വർക്ക് ചെയ്യുന്നത്. അതെ 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 ഹെവിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. മീറ്റർ ഇതാ 2982 3028 ആ റേഞ്ചിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. 3000。 യാ ഇനി നമ്മൾ ഡീലിംഗ് സംസാരിക്കാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഡീലിംഗ് ഇതാ നമ്മളെ കസ്റ്റമറെ മുന്നിൽ നിന്ന് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ. 500个的话最低。 അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടീഷൻസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. യുവർ ഹാൻഡ് കണ്ടില്ലേ? സെറ്റാണ്. ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത രീതിയിലേക്കുള്ള ഡെവലപ്പ് പർച്ചേസ് കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് ഒക്കെയാണ് കേട്ടോ. നാട്ടിലേക്ക് ഉടൻ വരും സാധനം. കാത്തിരുന്നോളി. നിങ്ങൾക്ക് നല്ല പ്രൈസ് തരും. മാലിക്ക് കൊടുക്കൂലേ? മാലിക്ക് ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ? കോൺഫിഡൻ്റ് ആയില്ലേ? ഇതാണ് നമ്മളെ സിസ്റ്റർ കേട്ടോ. ഓക്കെ അങ്ങനെ നമ്മൾ ഈ അടിപൊളി ഫാക്ടറി വിസിറ്റ് കണ്ടില്ലേ നിങ്ങൾക്ക്? ഇതാണ് ഒരു ഫാക്ടറി വിസിറ്റിൻ്റെ സിസ്റ്റർ കേട്ടോ. ഫാക്ടറി വിസിറ്റ് സംസാരിക്കുക, അവർ കോൺഫിഡൻറ്റ് വരുന്ന ആളും അവരൊക്കെ സാറ്റിസ്ഫൈ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ഫാക്ടറി വിസിറ്റിൻ്റെ എല്ലാ രീതിയും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓസ്ലോ ഷെൻസൻ നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഇതാണ് യുവർ നെയിം? ആ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓണറാണ്. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് പോരുകയാണ്. ഓക്കെ ആ അങ്ങനെ നമ്മളെ മാലിക്കും ചിരിക്കടാ. ഹാപ്പി അല്ലേ? എന്ത് ചിരിക്ക് കുറവ്? നീ പ്രതീക്ഷിച്ച ഒരു സംഗതി വന്നിട്ട് നീ കോൺഫിഡൻ്റ് ആയില്ലേ? ഇല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ചിരിക്കാതിരിക്കുന്നത്? ചിരി ആയുസ് കൂട്ടും കേട്ടോ. ആ പൈസ അല്ല ചിരിയ പൈസയും കൂട്ടും ആയുസും കൂട്ടും. അതാണ് ചിരിൻ്റെ ഗുണം. ഫ്രീ ആയിട്ട് മുതലിറക്കേണ്ട സാധനം, ഒരു പൈസക്ക് ചിലവില്ല. പക്ഷെ തിരിച്ചിങ്ങോട്ടേക്ക് ഫുള്ള് ബെനിഫിറ്റാണ്. അങ്ങനെ നമ്മൾ ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പനി വേറെ വിസിറ്റ് ചെയ്യാണ്ട് അതിന് വേറൊരു കസ്റ്റമർ നമുക്ക് ബോംബെയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ആ കസ്റ്റമറായിട്ട് ചിലപ്പോൾ നാളെ മറ്റൊരു ഫാക്ടറി നമുക്ക് കാണാം. ഓക്കെ അങ്ങനെ നമ്മൾ ഫാക്ടറി വിസിറ്റ് നിങ്ങളെ കാണിക്കുന്ന എന്താ എല്ലാം ഹരം തന്നെ ആയി പോകാൻ പാടില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജസ് കിട്ടും. ഒരു ഫാക്ടറി സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാവും. നമ്മൾ മലയാളികൾ പല സ്ഥലങ്ങളിൽ എത്തിയിട്ട് എങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതുപോലെ ചൈനൻ്റെ പ്രത്യേകതകൾ ഒക്കെ അതിൽ ഇൻക്ലൂഡാണ്. നമ്മൾ അതുകൊണ്ടാണ് നിങ്ങളിത് കാണിക്കുന്നത് കേട്ടോ. കൂടെ നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താണ്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഓസ്ലോ ഷെൻസൻ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ പ്രോഡക്റ്റ്, ഏറ്റവും പുതിയ ടെക്നോളജീൻ്റെ പ്രോഡക്റ്റ്, ഫാക്ടറി വിസിറ്റ്, അവരോടുള്ള കൺവെർസേഷൻ, എങ്ങനെയാണ് നമ്മളിവിടെ ഓഫീസ് ഇട്ടിട്ട്
ഒരാൾക്ക് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നാട്ടിലേക്കും പല രാജ്യങ്ങളിലേക്കും ചെയ്തു കൊടുക്കുന്നതെന്നും കൂടിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് മറ്റൊരു ജീവിത ശൈലിയാണ് ചൈനയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടെക്നോളജി, അതായത് ഇതേ സെയിം ടെക്നോളജി മറ്റൊരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ മറ്റൊരാൾക്ക് എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നതെന്നും കൂടി നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്.